ഇതാ സുന്ദരനായ വള്ളി കണ്ടാ, ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് അവനെ അങ്ങനെ പൊന്തിച്ചാൽ ഏറ്റവും സൂപ്പർ സാധനമായി. കണ്ടാ പ്രിയപ്പെട്ടവരെ, PK മോഹനൻ കാർഷിക സംസ്കൃതി ശ്രീരാമൻ ചെറയിൽ കൃഷി നടത്തി വരുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ കൃഷിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കൃഷി ഈ നാടിന്റെ നന്മയാണ്. ധാരാളം കൃഷികൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമേറിയത് തണ്ണിമത്തനാണ്. നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാകുന്ന ഏറ്റവും രുചികരമായ 3-4 തരത്തിലുള്ള തണ്ണിമത്തനാണ് ഈ പാടശേഖരത്തിൽ PK മോഹനൻ കാർഷിക സംസ്കൃതി എന്ന രീതിയിൽ പേരിൽ നിർവഹിച്ചു പോരുന്നത്. അതിന് നേതൃത്വം വഹിക്കുന്നതോ നമ്മുടെ പ്രിയങ്കരനായ ശ്രീരാമൻ ചെറയോട് ചേർന്ന് താമസിക്കുന്ന വിൻസേട്ടനാണ്. വിൻസേട്ടൻ അത്തരത്തിലൊരു കാർഷിക മേഖലയിൽ ബന്ധപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. നല്ല കർഷകനാണ്, നാടറിയുന്നവനാണ്. ആ വിൻസേട്ടനുമായി നമുക്കൊന്ന് സംസാരിക്കാം. എന്താണ് ഈ ശ്രീരാമൻ ചെറയിലെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട്, ഈ നാടറിയുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട്, നന്മ നിറഞ്ഞ കൃഷിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് വിൻസേട്ടൻ. വിൻസേട്ടാ, ശ്രീരാമൻ ചെറയുടെ തൊട്ടടുത്താണ് വീട്. ഈ മേഖലയിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്, കാർഷിക മേഖലയിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമുണ്ടോ? കാർഷിക മേഖലയിൽ പണിയെടുക്കാൻ തുടങ്ങി 25 വർഷത്തോളമായി. സത്യത്തില് ഈ പണി ചെയ്യുമ്പോൾ എന്താണ് മനസ്സിന് തോന്നുന്ന ഒരു കാര്യം? മനസ്സിന് നമുക്ക് കൃഷിയും പ്രകൃതിയായിട്ട് നമ്മൾ ഇണങ്ങി നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആത്മനിർവൃതിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ശ്രീരാമൻ ചെറ പാടശേഖരം മൊത്തം 82 ഏക്കർ സ്ഥലത്താണ് വിന്യസിച്ച് കിടക്കുന്നത്. താന്യം, അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വിഷുവിന് ശേഷം വിത്തെറിഞ്ഞ് ഓണത്തിന് കൊയ്യുന്ന രീതിയിലുള്ള വിരിപ്പ് കൃഷിയാണ്, പഴയ കൃഷി സംവിധാനമാണ് ഇവിടെ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ നവംബർ മാസം ആകുമ്പോൾ PK മോഹനൻ കാർഷിക സംസ്കൃതിയും ശ്രീരാമൻ ചെറ പാടശേഖര സമിതിയും സംയുക്തമായി ഈ പാടത്ത് തണ്ണിമത്തൻ കൃഷി ആരംഭിക്കും. ഇത് തുടർച്ചയായി 4ാമത്തെ വർഷമാണ് തണ്ണിമത്തൻ കൃഷി നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം വിവിധതരം പച്ചക്കറികളും നമ്മൾ ചെയ്യാറുണ്ട്. ഓണത്തിൻ്റെ അവസരത്തിൽ പൂക്കളും, പൂക്കൃഷിയും, സൂര്യകാന്തി കൃഷിയും എല്ലാം നമ്മൾ ഇവിടെ വളരെ ഇതായിട്ട് ചെയ്ത് എല്ലാ വർഷവും ചെയ്തു പോരുന്നുണ്ട്. ഇത് സത്യത്തിൽ പറയാന്നുണ്ടെങ്കിൽ 4 വർഷം പൂർത്തിയാവുകയാണ് ഈ കൃഷി ഇത്തരം രീതിയിൽ, വേനൽക്കാല കൃഷി എന്ന രീതിയിൽ നമ്മൾ ചെയ്തു പോരുന്നു. ഇതിന്റെ വിളവെടുപ്പ് ഈ കഴിഞ്ഞ ദിവസം നടന്നു. നമ്മുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ രവീന്ദ്ര മാഷായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ഞാനത് വായിക്കാനും കാണാനും ഇടയായി. തീർച്ചയായും ഈ നാട് ഏറ്റെടുത്ത ഒരു ഉത്സവമായിരുന്നു അതിൻ്റെ വിളവെടുപ്പ് മഹോത്സവം. അത്തരത്തിൽ അതൊക്കെ കാണുമ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ വിൻസേട്ടനുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി എന്താണ്? ഇതിൽ എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി തീർന്നത് ശ്രീ രവീന്ദ്ര മാസ്റ്ററുടെ അന്നത്തെ പ്രസംഗമായിരുന്നു. അത് ജീവിതത്തിലെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് മാസ്റ്റർ എന്നിവിടെ വിളിച്ചു പറഞ്ഞത്. നമ്മൾ ഈ പ്രദേശത്ത് കൃഷി ചെയ്യുമ്പോൾ നെല്ലായാലും തണ്ണിമത്തനായാലും എന്തായാലും അത് വിറ്റ് ലഭിക്കുന്ന തുകയും ലാഭത്തിനേക്കാളും എത്രയോ മടങ്ങ് നന്മയാണ് ഈ പ്രദേശത്ത് ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ അന്തരീക്ഷത്തിലെ മുഴുവൻ കാർബൺ ഡയോക്സൈഡ് ഈ മേഖലയിൽ ഈ കൃഷി വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഓക്സിജനാണ് പുറത്തേക്ക് തള്ളുന്നത്. അതിന് എത്ര വിലമതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിലമതിക്കാൻ പറ്റാത്തൊരു സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൃഷിയുടെ ലാഭമല്ല സാറ് പറഞ്ഞത്. കൃഷി ചെയ്യുന്നതുകൊണ്ട് ആ നാടിനുണ്ടാവുന്ന ഓക്സിജന്റെ അളവും ഈ ഭൂഗർഭജലത്തിന്റെ അളവും വളരെ സമൃദ്ധമായി ഈ പ്രദേശത്ത് ലഭിക്കും. ഇപ്പം തന്നെ മാഷ് പറഞ്ഞ ഒരു കാര്യം വാസ്തവത്തില് നമ്മുടെ നാട് പഠിക്കാനുള്ള ഒരു കാര്യം. മാഷ് പറഞ്ഞല്ലോ, ഏറ്റവും മികച്ച ഒരു പോയിന്റാണ് മാഷ് പറഞ്ഞത്. ആ പോയിന്റിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാനുള്ള ഒരു കാര്യമാണ് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട്? എന്നെ സംബന്ധിച്ച് ഇവിടെ ദിവസം 10-12 പേര് ദിവസം ഇവിടെ പണിയുണ്ട്. അത് എല്ലാ 365 ദിവസവും പണിയുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, 10-12 പേര് 365 ദിവസവും പണിയെടുക്കാൻ കഴിയുന്ന ഒരു പാടശേഖരമായി, കൃഷിയായി അതിന് മാറ്റിയെടുക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ അത് സ്നേഹത്തോടെ, അത് ആരോഗ്യകരമായി അത് പ്രവർത്തിപ്പിച്ച് മുന്നേറ്റം കൊണ്ടുവന്ന് അത്
വിളവെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആകുന്ന പ്രോസസ്സ് വരെ എന്ത് സ്നേഹം കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധയാണ്. മറ്റൊരു ചോദ്യം നിൻസോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ 4 തരം തണ്ണിമത്തൻ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ആ 4 തരം തണ്ണിമത്തനെ ഒന്ന് പരിചയപ്പെടുത്താമോ? നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത് തായ്ലൻഡ് ഇനത്തിൽപ്പെട്ട മുക്കാസ എന്ന് പറഞ്ഞ ഇനത്തിലാണ്. പൊതുവെ ആൾക്കാർ കിരൺ എന്ന് പറയുന്നെങ്കിലും നമ്മൾ ചെയ്യുന്നത് മുക്കാസ എന്ന് പറഞ്ഞാണ്. അത് ഭയങ്കര ടേസ്റ്റും ക്രിപ്സിയും ആയിരിക്കും കഴിക്കുമ്പോൾ തന്നെ. നമ്മളത് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന കാരണം ഇപ്പോൾ തൃശ്ശൂർ അലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, കല്യാൺ സൂപ്പർ മാർക്കറ്റ്, ലുലു മാള്, അങ്ങനെ ലോക്കലായുള്ള കടകൾ, ഇവിടെ റീറ്റെയിൽ സെയിൽ, അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തു തരുന്നു. അതുമാതിരി ഇറാനിയൻ മഞ്ഞയുണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്, ഉള്ളിൽ ഓറഞ്ച് വരുന്നതുണ്ട്, ഉള്ളും പുറവും മഞ്ഞ വരുന്നത്, അങ്ങനെ 4 ഐറ്റമാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അത് കാരണം ഭയങ്കര ഡിമാൻഡ്. സംസ്ഥാനത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വണ്ടിയെടുത്ത് ഇത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഇവിടേക്ക് വരുന്ന ഒരു സംവിധാനം ഉണ്ട്. ഇത് ഒപ്പം തോട്ടം സന്ദർശിക്കലും ഇതിനൊപ്പം നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തോട്ടം സന്ദർശിക്കാനും ഒപ്പം തന്നെ ഈ നന്മ നിറഞ്ഞ ഏറ്റവും രുചികരമായ തണ്ണിമത്തനും പച്ചക്കറികളും വാങ്ങിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ സ്ഥലം പരിചയപ്പെടുത്താം. വിൻസേട്ടൻ്റെ നമ്പർ വയ്ക്കും, സ്ഥലം വയ്ക്കും, ലൊക്കേഷൻ വയ്ക്കും. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ ഈ കാർഷിക സംസ്കൃതിയുടെ, അതുപോലെ തന്നെ ഈ പാടശേഖര സമിതിയുടെ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. നാടിനകത്ത് ഇത്തരത്തിലുള്ള നന്മകൾ പടർന്ന് പന്തലിച്ച് നമ്മുടെ കേരളം, ഈ കൊച്ചു കേരളം സ്വയം പര്യാപ്തതയിലേക്ക് എത്താവുന്ന രീതിയിൽ, മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാത്ത രീതിയിൽ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്താൻ കഴിയട്ടെ എന്നാണ് ഓരോരുത്തരോടും പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അഭിവാദ്യങ്ങൾ.